പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ 11ാം ക്ലാസ് അക്കൗണ്ടൻസിയിലെ 11ാമത്തെ അധ്യായം അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഇതിൻ്റെ 1ാം ഭാഗത്തിലേക്കാണ് കിടക്കുന്നത്. About the meaning of incomplete records. Incomplete records എന്ന് പറഞ്ഞാൽ എന്താണ്? Accounting records which are not strictly kept according to double entry system are known as incomplete records. ശാസ്ത്രീയമായ അക്കൗണ്ടിംഗ് രീതി ഡബിൾ എൻട്രി സിസ്റ്റമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസ് പാലിക്കാതെ അക്കൗണ്ടിംഗ് ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിക്കാണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓഫൺ ഡിസ്ക്രൈബ്ഡ് ആസ് സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് വിശേഷിപ്പിക്കുന്നവരുമുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോട്ട് എ ഷോർട്ട് കട്ട് മെത്തേഡ് ആസ് ആൻ ഓൾട്ടർനേറ്റീവ് ടു ദ ഡബിൾ എൻട്രി സിസ്റ്റം. യഥാർത്ഥത്തിൽ ഇതിനെ ഒരു അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് വിശേഷിപ്പിക്കാൻ സാധ്യമല്ല. ഇത് ഡബിൾ എൻട്രി സിസ്റ്റത്തിനൊരു പകരവുമല്ല. ഇറ്റ് ഈസ് ദ അൺസിസ്റ്റമാറ്റിക് ആൻഡ് അൺസയൻറ്റിഫിക് പ്രാക്ടീസസ് ഓഫ് കീപ്പിംഗ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബൈ ദ ബിസിനസ്മെൻ. അശാസ്ത്രീയ രീതിയിൽ അക്കൗണ്ട് ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രീതി മാത്രമാണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് അഥവാ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൻ്റെ പ്രത്യേകതകൾ? What are the features of incomplete records? Firstly, it is an unsystematic method of recording transactions. ഇതൊരു അൺസിസ്റ്റമാറ്റിക് രീതിയാണ്. ഇടപാടുകൾ രേഖപ്പെടുത്താനുള്ള ഒരു അൺസിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയാണിത്. രണ്ടാമതായി, റെക്കോർഡ്സ് ഫോർ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ് ആർ യൂഷ്വലി മെയിൻറ്റെയിൻഡ്. പണമിടപാടുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്താറുണ്ട്. അതോടൊപ്പം തന്നെ പേഴ്സണൽ അക്കൗണ്ടുകൾ, ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ഒക്കെ സാധാരണ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. മൂന്നാമതായി, ദർ മേ ബി നോ ഇൻഫർമേഷൻ റിഗാർഡിംഗ് റവന്യൂ ഓർ എക്സ്പെൻസസ് ആൻഡ് ഓൾസോ അസറ്റ്സ് ഓഫ് ദ ബിസിനസ്. എന്നാൽ ബിസിനസ്സിൻ്റെ വരുമാനം, ചെലവ്, ആസ്തികൾ എന്നിവയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ലഭ്യമായിരിക്കില്ല. നാലാമതായി, പേഴ്സണൽ ട്രാൻസാക്ഷൻസ് ഓഫ് ഓണേഴ്സ് മേ ഓൾസോ ബി റെക്കോർഡഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. ഉടമസ്ഥൻ്റെ സ്വകാര്യ ഇടപാടുകളും ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്ന പ്രവണതകൾ കാണാറുണ്ട്. ഫിഫ്ത്ത്ലി, ദേ മെയിൻറ്റെയിൻ റെക്കോർഡ്സ് അക്കോർഡിംഗ് ടു ദെയർ കൺവീനിയൻസ് ആൻഡ് ദെയർ അക്കൗണ്ട്സ് ആർ നോട്ട് വേറബിൾ ഡ്യൂ ടു ലാക്ക് ഓഫ് യൂണിഫോമിറ്റി. ഈ രീതിയിൽ ബിസിനസ്സുകാർ അവരുടെ സൗകര്യാർത്ഥമാണ് കണക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ്സുകളുടെ കണക്കുകൾ തമ്മിൽ താരതമ്യം ചെയ്യുക സാധ്യമല്ല. കാരണം വ്യത്യസ്ത രീതികളാണ് ഇവിടെ പിന്തുടരുന്നത്. ആറാമതായി, ഫോർ അസർട്ടൈനിങ് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഡിപ്പെൻഡൻസ് ഓൺ ഒറിജിനൽ വൗച്ചേഴ്സ് ഈസ് ഇന്നെവിറ്റബിൾ. ലാഭനഷ്ടങ്ങൾ നിർണ്ണയിക്കുക വളരെ പ്രയാസകരമാണ്. പ്രത്യേകിച്ചും ഒറിജിനൽ വൗച്ചേഴ്സിനെ ആശ്രയിച്ച് വേണം ലാഭനഷ്ടങ്ങൾ നിർണ്ണയിക്കാൻ. ദ പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ ഇയർ cannot be ascertained under this system with high degree of accuracy, and the balance sheet also may not reflect the true financial position of the business. കൃത്യമായിട്ട് ലാഭനഷ്ടങ്ങൾ നിർണ്ണയിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ ബിസിനസ്സിൻ്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി കാണിക്കാൻ ഈ രീതിയിൽ സാധ്യമല്ല. These all are the main features of incomplete records. Next, about the reasons for incomplete records maintained by businessmen. ഇന്നും പല ബിസിനസ് സ്ഥാപനങ്ങളും ഈ അശാസ്ത്രീയ രീതി പിന്തുടരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഇപ്പോഴും ബിസിനസ്സുകാർ പ്രയോജനപ്പെടുത്തുന്നത്? ബിസിനസ്മെൻ കീപ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ബിക്കോസ് ഓഫ് ദി ഫോളോവിങ് റീസൺസ്. അതിനുള്ള കാരണങ്ങളാണ് താഴെ പറയുന്നത്. ഫസ്റ്റ്ലി, this system can be adopted by people who do not have the proper knowledge of accounting principles. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ അറിയില്ലെങ്കിലും കണക്കുകൾ തയ്യാറാക്കാമെന്നുള്ളതാണ് ഈ രീതിയുടെ ഒരു മെച്ചം. രണ്ടാമതായി,
It is an inexpensive mode of maintaining records. Cost involved is low as specialized accountants are not to be appointed. ഇതൊരു ചിലവ് കുറഞ്ഞ രീതിയാണ്. കാരണം ക്വാളിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടൻസ് ഇല്ലാതെ തന്നെ കണക്കുകൾ രേഖപ്പെടുത്തി വെക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ചെലവുകൾ കുറഞ്ഞിരിക്കാനുള്ള കാരണം. മൂന്നാമതായി, ടൈം കൺസ്യൂംഡ് ഇൻ മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ് ഈസ് ലെസ് as only a few books are maintained. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ അക്കൗണ്ട് ബുക്കുകൾ വളരെ പരിമിതമായിട്ട് തയ്യാറാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയം മാത്രമേ അക്കൗണ്ട് ബുക്കുകൾ കീപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളൂ. നാലാമതായി, ഇറ്റ് ഈസ് എ കൺവീനിയൻറ്റ് മോഡ് ഓഫ് മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ് ആസ് ദ ഓണർ മേ റെക്കോർഡ് ഓൺലി ഇമ്പോർട്ടൻറ്റ് ട്രാൻസാക്ഷൻസ് അക്കോർഡിംഗ് ടു ദ നീഡ് ഓഫ് ദ ബിസിനസ്. ബിസിനസ്സുകാർ പലപ്പോഴും ഇതിനെ ഒരു സൗകര്യപ്രദമായ രീതിയായിട്ട് കണക്കാക്കുന്നു. കാരണം ആവശ്യമുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുള്ളൂ. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഇടപാടുകൾ മാത്രമേ രേഖപ്പെടുത്തി വെക്കേണ്ടതുള്ളൂ. ആൻഡ് ലാസ്റ്റ്ലി, ബിസിനസ്മെൻ മേ റെഡ്യൂസ് ദ ടാക്സ് ലയബിലിറ്റി ബൈ കൺസീലിംഗ് ദ ആക്ച്വൽ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ബിസിനസ്. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിലൂടെ നികുതി ബാധ്യത കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ബിസിനസ്സുകാർ നടത്താറുണ്ട്. യഥാർത്ഥ ലാഭനഷ്ടങ്ങൾ വെളിപ്പെടുത്താതെ നികുതി ബാധ്യത കുറയ്ക്കാനുള്ള ഒരു ഉപാധിയായിട്ട് പലപ്പോഴും ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഉപയോഗിക്കുന്നവരുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇന്നും സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ബിസിനസ് സ്ഥാപനങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നത്. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്? ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, as double entry system is not followed, a trial balance cannot be prepared and accuracy of accounts cannot be ensured. ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യാത്തതിനാൽ ഒരു ട്രയൽ ബാലൻസ് തയ്യാറാക്കി അക്കൗണ്ടുകളുടെ കൃത്യത ഉറപ്പാക്കാൻ ബുദ്ധിമുട്ടാണ്. രണ്ടാമതായി, കറക്റ്റ് അസർടൈൻമെന്റ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസൾട്ട് ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ് കനോട്ട് ബി മെയ്ഡ്. ബിസിനസ് റിസൾട്ട്സ്, അതായത് ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കുക വളരെ പ്രയാസകരമാണ്. മൂന്നാമതായി, അനാലിസിസ് ഓഫ് പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി ഓഫ് ദ ബിസിനസ് കനോട്ട് ബി ഡൺ. ദിസ് മേ കോസ് എ പ്രോബ്ലം ഇൻ റേസിംഗ് ഫണ്ട്സ് ഫ്രം ഔട്ട്സൈഡ്. അക്കൗണ്ടുകളിൽ നിന്നും ബിസിനസിൻ്റെ ലാഭക്ഷമതയും ലിക്വിഡിറ്റിയും സോൾവൻസിയും നിർണ്ണയിക്കുക പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ ബാങ്കുകൾ പോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും പണം സ്വരൂപിക്കുക ഇത്തരം സ്ഥാപനങ്ങൾക്ക് പ്രയാസകരമായിരിക്കും. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൻ്റെ നാലാമത്തെ ലിമിറ്റേഷനാണ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് ബിസിനസ് മേ നോട്ട് റിഫ്ലക്റ്റ് ദ ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ. ബിസിനസിൻ്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി ബാലൻസ് ഷീറ്റ് വെളിപ്പെടുത്തുന്നില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട്. അഞ്ചാമതായി, ദ ഓണേഴ്സ് ഫേസ് great difficulty in filing an insurance claim with an insurance company in case of loss of inventory by fire or theft. മോഷണത്തിലൂടെ അല്ലെങ്കിൽ തീപിടുത്തത്തിലൂടെ ബിസിനസ്സിലെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ ഒരു ഇൻഷുറൻസ് ക്ലെയിം ഫയൽ ചെയ്യുക പ്രയാസകരമായിരിക്കും. ആറാമതായി, it becomes difficult to convince the income tax authorities about the reliability of the computed income. ബിസിനസിൻ്റെ വരുമാനം കൃത്യമായിട്ട് ഇൻകം ടാക്സ് അധികൃതരെ ബോധ്യപ്പെടുത്തുക പ്രയാസകരമായിരിക്കും. ഏഴാമതായി, ഇറ്റ് ഈസ് അൺസയൻറ്റിഫിക് ആൻഡ് അൺസിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് കീപ്പിംഗ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇത് തീർത്തും അശാസ്ത്രീയമായിട്ടുള്ള ഒരു രീതിയാണ്. കണക്ക് ബുക്കുകൾ തയ്യാറാക്കുന്നതിന് ഇതൊട്ടും അനുയോജ്യമല്ല. ബിസിനസ്സിൻ്റെ ലാഭനഷ്ടങ്ങൾ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്നും എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. ഇതിനായി രണ്ട് പ്രധാനപ്പെട്ട മെത്തേഡുകളുണ്ട്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ലാഭനഷ്ടങ്ങൾ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് പ്രധാന രീതികളുണ്ട്. അതിലൊന്നാമത്തേതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കി ലാഭനഷ്ടങ്ങൾ നിർണ്ണയിക്കുന്ന രീതി. ദ സെക്കൻഡ് മെത്തേഡ് ഈസ് കൺവേർഷൻ മെത്തേഡ്. കൺവേർഷൻ രീതിയിലാണ് രണ്ടാമതായിട്ട് ലാഭനഷ്ടങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നത്.
ഇതിൽ ഒന്നാമത്തെ രീതി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിനെ കുറിച്ച് നമുക്ക് ഈ പാഠഭാഗത്ത് വിശദമായിട്ട് കാണാം. ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കിയിട്ടാണ് നമ്മൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുകയും ആ ക്യാപിറ്റലിലുള്ള വ്യതിയാനം ആണ് ഇവിടെ ലാഭം അല്ലെങ്കിൽ നഷ്ടമായിട്ട് നമ്മൾ കണക്കിലെടുക്കുകയും ചെയ്യുന്നത്. എന്താണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്? ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് prepared to ascertain the amount of capital at the beginning or end of an accounting period. വർഷ ആരംഭത്തിലുള്ളതും വർഷ അവസാനത്തിലുള്ളതുമായിട്ടുള്ള മൂലധന തുക കണ്ടുപിടിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഇതൊരു ബാലൻസ് ഷീറ്റിന് സമാനമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഈസ് പ്രിപ്പയർഡ്. ഇറ്റ് ഷോസ് അസറ്റ്സ് ഓൺ വൺ സൈഡ് and the liabilities on the other side as in case of a balance sheet. ഒരു ബാലൻസ് ഷീറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമ്മൾ മുൻപാഠത്തിൽ കണ്ടതാണ്. ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കുന്നത്. ഒരു വശത്ത് അസറ്റ്സ് രേഖപ്പെടുത്തുകയും മറുവശത്ത് ലയബിലിറ്റീസ് രേഖപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ ബാലൻസിങ് ഫിഗറായിട്ടാണ് നമ്മൾ ക്യാപിറ്റലിൻ്റെ തുക കണ്ടെത്തുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ ഒരു മാതൃക നമുക്ക് പരിചയപ്പെടാം. ദ ഫോർമാറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന അതേ രീതിയിലാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കുന്നത്. വലതുവശത്ത് വിവിധ അസറ്റ്സ് രേഖപ്പെടുത്തുന്നു. ഉദാഹരണമായിട്ട് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മിഷനറി, ഫർണിച്ചർ, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഇങ്ങനെയുള്ള അസറ്റ്സ് ഒരു വശത്ത് രേഖപ്പെടുത്തുകയും മറുവശത്ത് ലയബിലിറ്റീസ്, ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് പോലെയുള്ള ലയബിലിറ്റീസ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവിടെ അസറ്റ് സൈഡിലായിരിക്കും സ്വാഭാവികമായിട്ട് കൂടുതൽ എമൗണ്ട് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ലയബിലിറ്റി സൈഡിൽ കുറവുള്ള തുക ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ആയിട്ട് കണക്കാക്കാവുന്നതാണ്. നേരെ തിരിച്ച് ലയബിലിറ്റീസ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ഡിഫറൻസ് ഉള്ള എമൗണ്ട് നെഗറ്റീവ് ക്യാപിറ്റലായിട്ട് പരിഗണിക്കാവുന്നതാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ബാലൻസ് ഷീറ്റും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് നോക്കാം. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആൻഡ് ബാലൻസ് ഷീറ്റ്? ഫസ്റ്റ്ലി, എ ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് അണ്ടർ ദ ഡബിൾ എൻട്രി സിസ്റ്റം. വട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഈസ് പ്രിപ്പയർഡ് അണ്ടർ ദ സിംഗിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ്. എന്നാൽ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. The second difference is that in a balance sheet the items are wholly based on ledger balances, but in statement of affairs the items are ascertained from relevant documents and physical count. ബാലൻസ് ഷീറ്റിൽ എല്ലാ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസസും പരിഗണിച്ചുകൊണ്ടാണ് ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. എന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ ഇത്തരത്തിൽ എല്ലാ ലെഡ്ജർ അക്കൗണ്ടുകളുടെയും ബാലൻസ് നമുക്ക് ലഭ്യമാവില്ല. അപ്പോൾ ബന്ധപ്പെട്ട രേഖകളിൽ നിന്നോ അല്ലെങ്കിൽ ഡയറക്റ്റ് വെരിഫിക്കേഷൻ നടത്തിയോ നമ്മൾ അവയുടെ തുക കണ്ടെത്തേണ്ടി വരും. എ ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ്, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദ എമൗണ്ട് ഓഫ് ഓപ്പണിംഗ് ഓർ ക്ലോസിംഗ് ക്യാപിറ്റൽ. ബിസിനസ്സിൻ്റെ സാമ്പത്തിക സ്ഥിതി നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന രേഖയാണ് ബാലൻസ് ഷീറ്റ്. എന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആവട്ടെ പ്രാരംഭ മൂലധനം അല്ലെങ്കിൽ സമാപ്ത മൂലധനം കണ്ടുപിടിക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. നാലാമത്തെ വ്യത്യാസം, ബാലൻസ് ഷീറ്റിൽ ദ എമൗണ്ട് ഇൻ ബോത്ത് ദ സൈഡ്സ് ഷുഡ് ടാലി. എന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ the difference of both the sides show the amount of capital. ബാലൻസ് ഷീറ്റ് രണ്ട് വശവും ടാലി ചെയ്യേണ്ടതുണ്ട്. എന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ ടാലി ചെയ്യുന്നില്ല. പകരം ഡിഫറൻസ് ഉള്ള എമൗണ്ട് ആണ് ഇവിടെ ക്യാപിറ്റലായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. അടുത്തതായി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ എങ്ങനെ ലാഭനഷ്ടങ്ങൾ നിർണ്ണയിക്കാമെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ബൈ പ്രിപ്പയറിംഗ് ദ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ
ലാഭനഷ്ടങ്ങൾ നിർണ്ണയിക്കാൻ ആദ്യമായി ചെയ്യേണ്ടത് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കി എമൗണ്ട് ഓഫ് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി, കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ക്ലോസിംഗ് ക്യാപിറ്റൽ ബൈ പ്രിപ്പയറിംഗ് ദ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. അതുപോലെ തന്നെ ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കി ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്നു. മൂന്നാമതായി, കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ബൈ പ്രിപ്പയറിംഗ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. അവസാനമായി, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് തയ്യാറാക്കി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഈ 3 നടപടിക്രമങ്ങളിലൂടെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ ബിസിനസ്സിന് ലാഭം അല്ലെങ്കിൽ നഷ്ടം നിർണ്ണയിക്കുന്നത്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ആദ്യമായി ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കി പ്രാരംഭ മൂലധനം കണ്ടുപിടിക്കുന്നു. രണ്ടാമതായി, ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കി സമാപ്ത മൂലധനം, വർഷ അവസാനമുള്ള മൂലധന തുക കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ഇവ തമ്മിലുള്ള വ്യത്യാസം പരിഗണിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് തയ്യാറാക്കിയാണ് ലാഭനഷ്ടങ്ങൾ നിർണ്ണയിക്കുന്നത്. വാട്ട് ഈസ് ദ ഫോർമാറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൻ്റെ ഫോർമാറ്റിലേക്ക് കടക്കാം. ആദ്യമായി, ക്യാപിറ്റൽ ആസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ, വർഷ അവസാനമുള്ള മൂലധനമാണ് കണക്കെടുക്കേണ്ടത്. അതായത് ക്ലോസിംഗ് ക്യാപിറ്റൽ ആദ്യം പരിഗണിക്കുക. അതിനോടുകൂടി ആഡ് ചെയ്യേണ്ടത് ഡ്രോവിങ്സ് ഡ്യൂറിങ് ദ ഇയർ. തനത് വർഷം ഉടമസ്ഥൻ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ബിസിനസ്സിൽ നിന്നും പിൻവലിച്ചിരിക്കുന്ന തുക അഥവാ ഡ്രോവിങ്സ് ആദ്യം ആഡ് ചെയ്യുക. ലെസ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ ഇയർ. അധിക മൂലധനം ഏതെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. അങ്ങനെ നമുക്ക് ലഭിക്കുന്നതിനാണ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ അഡ്ജസ്റ്റഡ് ക്യാപിറ്റലിൽ നിന്നും ഓപ്പണിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ആ തനത് വർഷത്തെ ലാഭം അല്ലെങ്കിൽ നഷ്ടം ലഭിക്കുന്നതാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് ക്ലോസിംഗ് ക്യാപിറ്റലാണ്. അതിനോടുകൂടി ഡ്രോവിങ്സ് ആഡ് ചെയ്യുന്നു. ദെൻ അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുന്നു. അങ്ങനെ ലഭിക്കുന്ന തുകയാണ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ അഡ്ജസ്റ്റഡ് ക്യാപിറ്റലിൽ നിന്നും ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറച്ചാൽ നമുക്ക് ലാഭം അല്ലെങ്കിൽ നഷ്ടം ലഭിക്കും. ലഭിക്കുന്നത് മൈനസ് സംഖ്യയാണെങ്കിൽ അത് നഷ്ടത്തെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ പ്ലസ് സംഖ്യയാണെങ്കിൽ അത് പ്രോഫിറ്റിനെ സൂചിപ്പിക്കുന്നു. നമുക്കൊരു എക്സാമ്പിളിലേക്ക് കടക്കാം. Consider the following information extracted from the records of Messrs. Gopal Traders. ഗോപാൽ ട്രേഡേഴ്സിൻ്റെ ബിസിനസ്സിലെ വിവരങ്ങളാണ് ലഭ്യമാക്കിയിരിക്കുന്നത്. ആദ്യമായി, ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ, ദറ്റ് ഈസ് April 1, 2019, ₹1,20,000. ഓപ്പണിംഗ് ക്യാപിറ്റൽ നൽകിയിരിക്കുന്നത് 1,20,000 ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ, ദറ്റ് ഈസ് ഓൺ March 31, 2020, ഈസ് ₹2,00,000. ക്ലോസിംഗ് ക്യാപിറ്റലാണ് 2,00,000 നൽകിയിരിക്കുന്നത്. ക്യാപിറ്റൽ ബ്രോട്ട് ഇൻ ബൈ ദ പ്രൊപ്രൈറ്റർ ഡ്യൂറിംഗ് ദ ഇയർ ഈസ് ₹50,000. അധിക മൂലധനമായിട്ട് ഈ വർഷം ₹50,000 പ്രൊപ്രൈറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. വിഡ്രോവൽസ് ബൈ ദ പ്രൊപ്രൈറ്റർ ഡ്യൂറിംഗ് ദ ഇയർ ഈസ് ₹30,000. ഈ വർഷം സ്വകാര്യ ആവശ്യങ്ങൾക്ക് പ്രൊപ്രൈറ്റർ എടുത്തിരിക്കുന്നത് ₹30,000. ഈ വിശദാംശങ്ങളിൽ നിന്നും നമ്മൾ ബിസിനസ്സിൻ്റെ 2019-20 വർഷത്തെ പ്രോഫിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. കാൽക്കുലേറ്റ് ദ പ്രോഫിറ്റ് ഫോർ ദ ഇയർ 2019 and 20. ഇവിടെ നേരിട്ട് ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും തന്നിരിക്കുന്നതിനാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കേണ്ടതില്ല. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് മാത്രമേ ഇവിടെ തയ്യാറാക്കേണ്ടതുള്ളൂ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് തയ്യാറാക്കിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റലാണ് പരിഗണിക്കുന്നത്. ക്ലോസിംഗ് ക്യാപിറ്റൽ 2,00,000 ആദ്യം പരിഗണിക്കുന്നു. അതിനോടുകൂടി ആഡ് ചെയ്യേണ്ടത് ഡ്രോവിങ്സ് ആണ്. ആദ്യമായിട്ട് ഡ്രോവിങ്സ് ആഡ് ചെയ്യുന്നു 30,000. അങ്ങനെ 2,30,000 ലഭിക്കുന്നു. അതിൽ നിന്നും അഡീഷണൽ ക്യാപിറ്റൽ 50,000 മൈനസ് ചെയ്യുന്നു. ലെസ് അഡീഷണൽ ക്യാപിറ്റൽ ഡ്യൂറിങ് ദ ഇയർ 50,000. അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ലഭിക്കുന്നു 1,80,000 ആണ്. അതിൽ നിന്നും ഓപ്പണിംഗ് ക്യാപിറ്റലാണ് മൈനസ് ചെയ്യേണ്ടത്. ലെസ് ക്യാപിറ്റൽ ഇൻ ദ ബിഗിനിങ് 1,20,000 ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്യുമ്പോൾ
ഈ വർഷത്തെ ലാഭം അല്ലെങ്കിൽ നഷ്ടം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇവിടെ ലാഭമാണ്. പ്രോഫിറ്റ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ ഈസ് 60,000. മറ്റൊരു എക്സാമ്പിൾ പരിഗണിക്കാം. Mr. Shivi started his ready-made garments business on April 1, 2019 with a capital of rupees 50,000. He did not maintain his books of accounts in double entry system. During the year, he introduced a fresh capital of rupees 15,000 and withdrew rupees 10,000 for his personal use. ഷിവിയുടെ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് ബിസിനസ്സിൽ 50,000 രൂപ മൂലധനവുമായിട്ട് ബിസിനസ് ആരംഭിച്ചതാണ്. ഡബിൾ എൻട്രി സിസ്റ്റത്തിലല്ല അക്കൗണ്ട് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ വർഷം 15,000 രൂപ മൂലധനം അധികമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സ്വകാര്യ ആവശ്യങ്ങൾക്ക് 10,000 രൂപ ബിസിനസ്സിൽ നിന്ന് എടുത്തിട്ടുമുണ്ട്. On March 31, 2020, his assets and liabilities were as follows. വർഷാവസാനമുള്ള അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് നൽകിയിട്ടുണ്ട്. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് 90,000 ആണ്. ടോട്ടൽ ഡെപ്റ്റേഴ്സ് 1,25,600 ആണ്. സ്റ്റോക്ക് ഉള്ളത് 24,750 ആണ്. ക്യാഷ് അറ്റ് ബാങ്ക് 24,980. ഈ വിവരങ്ങളിൽ നിന്നുമാണ് ഷിവിയുടെ ബിസിനസിൻ്റെ ലാഭനഷ്ടങ്ങൾ നിർണ്ണയിക്കേണ്ടത്. അതിനുവേണ്ടി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ നമ്മൾ ആദ്യമായിട്ട് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വർഷ അവസാനമുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കുന്നു. നൽകിയിരിക്കുന്ന അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് പരിഗണിക്കുന്നു. അസറ്റ്സ് ക്യാഷ് അറ്റ് ബാങ്ക് 24,980, ഡെപ്റ്റേഴ്സ് 1,25,600, സ്റ്റോക്ക് 24,750. ദെൻ ലയബിലിറ്റീസ് ഇവിടെ ക്രെഡിറ്റേഴ്സ് ആണുള്ളത് 90,000. ഇതിൽ നാം ബാലൻസിങ് ഫിഗറായിട്ട് നമ്മൾ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്നു. ക്ലോസിംഗ് ക്യാപിറ്റൽ 85,330 ആണ്. ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം അസറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുന്നു. 1,75,330. അതിൽ നിന്നും ക്രെഡിറ്റേഴ്സ് ആയിട്ടുള്ള 90,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റലായിട്ടുള്ള 85,330 ലഭിക്കും. ഇനിയുമാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് തയ്യാറാക്കി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ പരിഗണിക്കേണ്ടത് ക്ലോസിംഗ് ക്യാപിറ്റലാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിലൂടെ കണ്ടുപിടിച്ച ക്ലോസിംഗ് ക്യാപിറ്റൽ 85,330 ആണ്. അതിനോട് കൂടിയിട്ട് ഡ്രോവിങ്സ് ആഡ് ചെയ്യുന്നു 10,000. അപ്പോൾ നമുക്ക് 95,330 ലഭിക്കുന്നു. അതിൽ നിന്നും ഈ വർഷം കൊണ്ടുവന്ന അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് ചെയ്യുന്നു 15,000. അങ്ങനെ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ 80,330 ആണ്. അതിൽ നിന്നും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ നൽകിയിരിക്കുന്നത് 50,000 ആണ്. ആ 50,000 മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 30,330 ആണ്. Thank you all.